ഹായ് നമ്മുടെ ചാനലിൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഞാൻ കഴിഞ്ഞ 2 ഡേ ഇൻ മൈ ലൈഫ് നമ്മുടെ ഈ ചാനലിലെ വീഡിയോസ് റീസ്റ്റാർട്ട് ചെയ്തപ്പോൾ നമ്മളിട്ട ഡേ ഇൻ മൈ ലൈഫിൽ ഞാൻ പേഴ്സണൽ കോച്ചിങ്ങിൻ്റെ കാര്യം ഒന്ന് മെൻഷൻ ചെയ്തായിരുന്നു. അപ്പോൾ അതിന് ശേഷം എനിക്ക് കുറച്ച് പുതിയ ആൾക്കാർ വന്ന് ചോദിച്ചായിരുന്നു ഈ പേഴ്സണൽ കോച്ചിങ്ങിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിച്ചത്. അപ്പോൾ ഞാൻ ഓൾറെഡി ഒരു എന്താ പറയുക ഒരു PDF ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എങ്ങനെയാണ് പേഴ്സണൽ കോച്ചിങ് വർക്ക് ആവണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പക്ഷെ അത് അയച്ചു കൊടുത്താലും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ എന്ന് എൻ്റെ അടുത്ത് വീണ്ടും ചോദിക്കാറുണ്ട്. അപ്പം ഞാൻ എൻ്റെ എന്താ പറയുക ലൈഫ് ഈസി ആക്കാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം ഞാൻ ഇവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്താൽ മതിയല്ലോ. പിന്നെ ഇതിൽ ആർക്കെങ്കിലും പേഴ്സണൽ കോച്ചിങ്ങിന് താല്പര്യം ഉണ്ടെങ്കിൽ എൻ്റെ ഒരു അഡ്വർടൈസ്മെൻറ്റിന് വേണ്ടിയിട്ട്. അപ്പോൾ പേഴ്സണൽ കോച്ചിങ് ഞാനിപ്പോൾ ചെയ്യുന്നത് 4 വീക്സിന് 5,000 റുപ്പീസ് വെച്ചിട്ടാണ്, നമ്മുടെ ഇന്ത്യൻ റുപ്പീസ് വെച്ചിട്ട്. ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ 3,000 ആയിരുന്നു. അപ്പോൾ കുറേ പേരുടെ കയ്യിൽ ചിലപ്പോൾ ആ ഒരു എന്താ പറയുക ഞാൻ അപ്പം ഉണ്ടാക്കിയ ഒരു നോട്ടീസ് പോലത്തെ ഒരു ഇത് വെച്ചിട്ട് അവരെൻ്റെ അടുത്ത് 3,000 അല്ലേ എന്ന് ഇപ്പോൾ ഒന്ന് ചോദിക്കുമ്പോൾ ചിലപ്പോൾ ഞാൻ അപ്ഡേറ്റ് ചെയ്ത 5,000 ആയിന്ന് അവർ അറിഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോൾ അവർക്കും കൂടെ വേണ്ടിയിട്ട് ഇപ്പം ഞാൻ 5,000 ആണ് 4 വീക്സിന്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മളൊരു ഇനീഷ്യൽ കോൾ വയ്ക്കും. ഇപ്പം നിങ്ങൾക്ക് കോച്ചിങ്ങിന് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ടുപേരും കൂടെ നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ടൈം ഡിസൈഡ് ചെയ്തിട്ട് ഒരു ഇനീഷ്യൽ കോള് അതൊരു 30 മിനിറ്റ്സ് എന്തായാലും എടുക്കും. അപ്പം ഞാൻ നിങ്ങളുടെ കറൻറ്റ് ലൈഫ് സ്റ്റൈല്, ഫുഡ് ഹാബിറ്റ്സ്, നിങ്ങളുടെ ഹൈറ്റ്, വെയിറ്റ് ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് നിങ്ങളിപ്പോൾ എന്താ നോർമലി ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കണേ, ലഞ്ചിന് എന്താ കഴിക്കണേ, നിങ്ങൾ എന്താണ് ഇനി പ്രിഫർ ചെയ്യണേ നമ്മൾ ഈ ഒരു ഡയറ്റ് നോക്കുമ്പോൾ അതൊക്കെ ചോദിച്ചിട്ട് അതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു ഇനീഷ്യൽ കോള് സെറ്റ് ചെയ്യും. ആ ഒരു ഇനീഷ്യൽ കോൾ സെറ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് എനിക്ക് കിട്ടുന്ന ഫീഡ്ബാക്കിനനുസരിച്ചായിരിക്കും ഞാനപ്പോൾ ഒരു ഡയറ്റ് പ്ലാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ പലരും പല റിക്വയർമെൻ്റ് ആയിട്ടാണ് കേട്ടോ വരാറുള്ളത്. ചിലവർക്ക് എന്താ പറയുക അവർക്ക് സെപ്പറേറ്റ് ആയിട്ട് റെസിപ്പീസ് വേണം, എന്നാലേ അവർക്ക് ഡയറ്റ് ഫോളോ ചെയ്യുമ്പോൾ എന്താ പറയുക ആ ഒരു 100% ആയിട്ട് ഫോളോ ചെയ്യാൻ പറ്റാറുള്ളൂ. ചിലവർ നല്ല ബിസി ആയിട്ടുള്ളവർ അവർ പറയാറുണ്ട് എനിക്ക് ഒരു ഫാൻസി റെസിപ്പീസ് ഒന്നും വേണ്ട, അവരിപ്പോൾ കഴിക്കുന്ന ഫുഡ് തന്നെ അതെങ്ങനെയാണ് ക്വാണ്ടിഫൈ ചെയ്യേണ്ടത് അവർ വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് അങ്ങനെ പറഞ്ഞു കൊടുത്താൽ മതി എന്ന് പറയും. അങ്ങനെ പലർക്കും പല റിക്വയർമെൻ്റ് ആണ്. പിന്നെ എക്സസൈസിൻ്റെ കാര്യമാണെന്നുണ്ടെങ്കിൽ ചിലർക്ക് ഓൾറെഡി ജിം മെമ്പർഷിപ്പ് ഉണ്ടാവും, ചിലർക്ക് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന ബോഡി വെയിറ്റ് എക്സസൈസ് മതിയായിരിക്കാം. അങ്ങനെ അതും അവർ പറയും. ചിലർക്ക് ഡംബൽസ് ഉണ്ടാവും, അപ്പോൾ ഡംബൽസ് വെച്ച് ചെയ്യാൻ പറ്റുന്ന എക്സസൈസ് എന്താണോ ആ വരുന്ന ഒരാളുടെ റിക്വയർമെൻറ്റ് അതിനനുസരിച്ചാണ് നമ്മൾ എക്സസൈസും കൊടുക്കുന്നത്. എക്സസൈസ് ഇതെന്താ പറയുക ഓൾറെഡി റെക്കോർഡഡ് വീഡിയോസ്, ഞാൻ ചെയ്ത റെക്കോർഡഡ് വീഡിയോസ് ഒന്നും അല്ല കേട്ടോ. എക്സസൈസ് നമ്മൾ ഇപ്പോൾ യൂട്യൂബിൽ തന്നെ കുറേ വീഡിയോസ് ഉണ്ടല്ലോ പല ചാനലുകളിലായിട്ട്. അപ്പോൾ ആ ഒരാളുടെ ഇപ്പം ചെയ്യുന്ന വർക്കൗട്ട്സ് അല്ലെങ്കിൽ വർക്കൗട്ട്സ് ഒന്നും ചെയ്യുന്നില്ലേ അതിനൊക്കെ അനുസരിച്ചാണ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കാറുള്ളത്. അതായത് ഡംബൽസ് യൂസ് ചെയ്യണോ അതോ ബോഡി വെയിറ്റ് വെച്ചിട്ടുള്ള എക്സസൈസ് ചെയ്യണോ അത് അതിനനുസരിച്ച് സെലക്ട് ചെയ്യും. ഇനി പിന്നെ ഡയറ്റിലാണെന്നുണ്ടെങ്കിലും നിങ്ങൾ പറയുന്ന കാര്യങ്ങളാട്ടോ ഇൻക്ലൂഡ് ചെയ്യാറ്. ഇപ്പം ചിലർക്ക് നോൺ വെജ് ഡെയിലി വേണമെന്ന് പറയാറുണ്ട്, ചിലർക്ക് വെജ് വേണമെന്ന് പറയാറുണ്ട്. എന്താണോ വേണ്ടത് അത്. ഇപ്പം നമ്മൾക്ക് ഇഷ്ടമുള്ള ഇപ്പം സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം കപ്പ ഇറച്ചിയൊക്കെ കഴിക്കാൻ ഇഷ്ടമുള്ളവരുണ്ടാവും. അങ്ങനെയാണെങ്കിൽ അതിനെങ്ങനെ ക്വാണ്ടിഫൈ ചെയ്യാം, നിങ്ങൾ ഡെയിലി കഴിക്കുന്ന സാധനത്തിനെ എങ്ങനെ ക്വാണ്ടിഫൈ ചെയ്ത് കഴിക്കുക എന്നുള്ളതാണ് നമ്മൾ ഡയറ്റിൽ മെയിനായിട്ട് പറഞ്ഞു തരുന്നത്. എന്ന് കരുതി നിങ്ങൾ കഴിക്കുന്ന എല്ലാം ഈ ഡയറ്റിൽ അലൗ ചെയ്യണമെന്നില്ല കേട്ടോ. ഇപ്പോൾ ഷുഗർ ആയിട്ടുള്ള കൂടുതൽ പേരും എൻ്റെ അടുത്ത് പറയാറുള്ളത് ഒരു 99% പേര് ഇവരുടെ ഈ വെയിറ്റ് ലോസിനൊരു പ്രശ്നമായിട്ട് പറയാറുള്ളത് ഈ വൈകിട്ടത്തെ സ്നാക്കിംഗ് ആണ്, മിക്കൊരു ജോലി കഴിഞ്ഞ് വരുന്നവർക്ക്. അപ്പോൾ അതൊക്കെ ഇച്ചിരി കൂടെ ഹെൽത്തി ആയിട്ട് ഇപ്പോൾ ചിലർക്ക് സ്വീറ്റ് ആയിരിക്കാം, ചിലർക്ക് സെർവ് ചെയ്യായിരിക്കാം, അതിനനുസരിച്ചൊക്കെ റെസിപ്പീസ് റെഡിയാക്കി കൊടുക്കാം. ബേക്കിംഗ് ഇഷ്ടമുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ബേക്കിംഗ് ഇൻക്ലൂഡ് ആക്കാം, ബേക്കിംഗ് ഇല്ലാത്തവർക്കാണെന്നുണ്ടെങ്കിൽ അങ്ങനെ. പിന്നെ ഇപ്പം പലർക്കും പല റിക്വയർമെൻറ്റാണ് ഞാൻ നേരത്തെ പറയണം. ചിലവർക്ക് നമ്മുടെ ബ്രെഡ് അവക്കാഡോ അങ്ങനെ പുറത്ത് സെറ്റിൽഡ് ആയിട്ടുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ക്വിക്കായിട്ടുള്ള അല്ലെങ്കിൽ ഓവർനൈറ്റ് ഓട്സ് ബ്രേക്ക്ഫാസ്റ്റ് അതൊക്കെ താല്പര്യമുള്ളവരുണ്ട്. അല്ല ഇപ്പം നാട്ടിലുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ദോശയ്ക്ക് എത്ര ബാറ്റർ എടുക്കാം, അല്ലെങ്കിൽ എത്ര ദോശ കഴിക്കാം, എത്ര ഇഡ്ഡലി കഴിക്കാം, അല്ലെങ്കിൽ പുട്ടുണ്ടാക്കുമ്പോൾ എങ്ങനെയാണ് ഞാൻ ക്വാണ്ടിഫൈ ചെയ്യണേ, അങ്ങനെയെല്ലാം പറഞ്ഞുതരും. ഞാൻ ശരിക്കും ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു 1 മന്ത് കോച്ചിങ് കഴിയുമ്പോഴത്തേക്കും ആ ഒരാൾക്ക് സ്വന്തമായിട്ടാണെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അവരെ എഡ്യൂക്കേറ്റ് ചെയ്യാം. അപ്പോൾ സ്വന്തമായിട്ട് ഫോളോ ചെയ്യാൻ പറ്റും. ആ ഒരു മാസം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ആ ഒരു മാസം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ സയൻസ് എന്താണെന്നുള്ളത്, നിങ്ങൾക്ക് തന്നെ ഫോളോ ചെയ്യാൻ പറ്റും കേട്ടോ. ഇനി ആദ്യത്തെ കോൾ വെച്ചിട്ട് നമ്മളിങ്ങനെ ഒരു ഡയറ്റ് പ്ലാൻ ഉണ്ടാക്കും. അത് നിങ്ങളൊരു 1 വീക്ക് ഫോളോ ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഫസ്റ്റ് ക്യാച്ചപ്പ് കോളിൽ നിങ്ങൾ എനിക്ക് ഒത്തിരി ഫീഡ്ബാക്ക്സ് തരും.
ഒത്തിരി ഫീഡ്ബാക്സ് ഉണ്ടാവുക ഒരു ഫസ്റ്റ് വീക്ക് കഴിയുമ്പോൾ. ചിലവർക്ക് പോർഷൻ ഇച്ചിരി കൂടെ കൂട്ടണം, വിശപ്പ് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ എക്സസൈസ് ഭയങ്കര പാടാണ്, അല്ലെങ്കിൽ എക്സസൈസ് ഭയങ്കര ഈസിയാണ്, അല്ലെങ്കിൽ സ്റ്റെപ്സ് ഇത്ര അച്ചീവ് ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനെ പല പല ഫീഡ്ബാക്ക്. അല്ലെങ്കിൽ അവർക്ക് ഫുഡിൽ ഇങ്ങനെ മാറ്റങ്ങൾ വരുത്തണം, അല്ലെങ്കിൽ അവർക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഫുഡ് ഉണ്ട് അത് ഇൻക്ലൂഡ് ചെയ്യണം, അല്ലെങ്കിൽ അവർക്ക് കുറച്ച് ലെഫ്റ്റ് ഓവേഴ്സ് ഉണ്ട് അത് നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ കുറേ ഡൗട്ടുകൾ ഉണ്ടാവും. ഈ ഡൗട്ടുകളെയൊക്കെ എന്താ പറയുക, അതൊക്കെ ആ ഡൗട്ടുകളൊക്കെ നമ്മൾ എന്താ പറയുക ഇൻക്ലൂഡ് ചെയ്തിട്ട് അതിനൊക്കെയുള്ള ഒരു സൊല്യൂഷനായിട്ടാണ് സെക്കൻഡ് വീക്ക് ഡയറ്റ് പ്ലാൻ റെഡിയാക്കുന്നത്. ഈ സെക്കൻഡ് വീക്കിൽ ഡയറ്റ് പ്ലാനും കൂടെ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ഏകദേശം ഒരു ഐഡിയ ആവും, അവരും ഏകദേശം ഒരു സെറ്റിൽഡ് ആവും. കാരണം നമുക്ക് അവർക്ക് വേണ്ടതൊക്കെ അവർക്ക് കിട്ടും ആ ഒരു സെക്കൻഡ് വീക്കൊക്കെ ആകുമ്പോഴത്തേക്കും. അങ്ങനെ അവർ സെക്കൻഡ് വീക്കും ഫോളോ ചെയ്യും. വീണ്ടും ഒരു വീക്ക് കഴിയുമ്പോൾ നമുക്ക് കാച്ചപ്പ് കോൾ ഉണ്ടാവും. അതിൽ നമ്മൾ തേർഡ് വീക്ക് പ്രിപ്പയർ ചെയ്യും. തേർഡ് വീക്കിലെയും കഴിഞ്ഞിട്ട് നമ്മൾ ഫോർത്ത് വീക്കിലെയും പ്രിപ്പയർ ചെയ്യും. അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ എല്ലാ കാച്ചപ്പ് കോളിന് മുന്നും നിങ്ങൾ എംപ്റ്റി സ്റ്റൊമക്കിൽ എവിടെയാണോ വെയിറ്റ് നോക്കിയത് അതുപോലെ തന്നെ വെയിറ്റ് നോക്കിയിട്ട് എന്നെ അപ്ഡേറ്റ് ചെയ്യേണ്ടി വരും. എല്ലാ ദിവസവും നിങ്ങൾ കഴിക്കുന്ന മീൽസിൻ്റെ നിങ്ങളുടെ സ്റ്റെപ്സ്, നിങ്ങളുടെ എക്സസൈസ് അതെന്നെ അപ്ഡേറ്റ് ചെയ്യേണ്ടി വരും. എല്ലാ ദിവസവും ചെയ്യേണ്ടി വരും കേട്ടോ. പേഴ്സണലായിട്ട് വാട്സാപ്പിൽ നമുക്ക് അതൊക്കെ അപ്ഡേറ്റ് ചെയ്യേണ്ടി വരും. ഇങ്ങനെ 4 വീക്സും കഴിയുമ്പോൾ ചിലവർ അത് റിന്യൂ ചെയ്യും, ചിലവർ അത് അവിടെ സ്റ്റോപ്പ് ചെയ്യും. കാരണം ഞാൻ പറഞ്ഞല്ലോ, ആ ഒരു മാസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒന്ന് പഠിക്കാൻ, ആ ഒരു സയൻസ് പഠിക്കാൻ നിങ്ങൾക്ക് പറ്റും. പിന്നെ നിങ്ങൾക്ക് ഒറ്റയ്ക്കാണെന്നുണ്ടെങ്കിലും ഫോളോ ചെയ്യാൻ പറ്റും. ഈ റിന്യൂ ചെയ്യുന്നവർ പഠിക്കാൻ പറ്റാത്തത് കൊണ്ടല്ല. ഞാനിപ്പോൾ പൊതുവേ ഇപ്പം ഇത്രയും വെയിറ്റ് ലോസ് ഇതൊക്കെ ചെയ്തേക്കുന്നതിൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇതറിയാൻ പാടില്ലാണ്ട് വെയിറ്റ് കുറയ്ക്കാൻ ഇപ്പം എന്താ പറയുക, എനിക്ക് എങ്ങനെയാണ് വെയിറ്റ് ലോസ് ചെയ്യേണ്ടതെന്ന് അറിയാൻ പാടില്ല, അതുകൊണ്ടാണ് ഞാൻ ചെയ്യാത്തതെന്ന് പറഞ്ഞ് ആരും വന്നിട്ടില്ല. മിക്കവരുടെയും പ്രശ്നം കൺസിസ്റ്റൻസി, അല്ലെങ്കിൽ ഒരാൾ അക്കൗണ്ടബിലിറ്റി പാർട്ണർ ഇല്ല എന്നുള്ളതാണ്. ഇപ്പോൾ 5 ദിവസം നോക്കും, അത് കഴിഞ്ഞ് വീണ്ടും മുടങ്ങും, വീണ്ടും 5 ദിവസം നോക്കും, അങ്ങനെ ആ ഒരു സൈക്കിളിൽ കൂടെ പോകും. ആ ഒരു കൺസിസ്റ്റൻസി ഇല്ലാത്തത് കൊണ്ട് അതാണ് എല്ലാവരുടെയും പ്രശ്നം. അല്ലാതെ എനിക്ക് ഡയറ്റ് നോക്കാൻ എങ്ങനെയാണെന്ന് അറിയില്ല എന്ന് പറഞ്ഞ് വരുന്നവർ വളരെ കുറവാണ്. ചിലപ്പോൾ ക്വാണ്ടിഫൈ ചെയ്യേണ്ടത് ചിലപ്പോൾ അവർക്ക് അറിയില്ലായിരിക്കാം. പക്ഷേ എന്നാലും വെയിറ്റ് ലോസ് ചെയ്യാൻ എനിക്കൊന്നും അറിയാൻ പാടില്ല എന്ന് പറഞ്ഞു വരുന്നവർ വളരെ കുറവാണ്. എല്ലാവരുടെയും പ്രശ്നം ഈ ഒരു അക്കൗണ്ടബിലിറ്റിയും കൺസിസ്റ്റൻസി ഇല്ലാതെ പറ്റുന്നതാണ്. അങ്ങനെയുള്ളവരാണ് കൂടുതൽ പേരും റിന്യൂ ചെയ്യുന്നത്. എൻ്റെ എക്സ്പീരിയൻസിൽ ഒരാൾ, ഞാൻ ഇപ്പോൾ ഈ പേഴ്സണൽ കോച്ചിങ് നമ്മൾ കുറച്ച് നാളായിട്ടല്ലോ റീസ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ, ഒരു 4-5 മാസം ആയിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ 1 മാസം കോച്ചിങ് കൊടുത്തിട്ട് വീണ്ടും 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 റിപ്പീറ്റ് ചെയ്ത് ഇപ്പോഴും ഫോളോ ചെയ്യുന്ന ആൾക്കാരെ എനിക്കറിയാം. അപ്പോൾ ആദ്യത്തെ 1 മാസം കൊണ്ട് ചിലപ്പോൾ 3-4 കിലോയെ കുറഞ്ഞിട്ടുണ്ടാവുള്ളൂ. പക്ഷേ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എന്താ പറയുക, നമുക്ക് അങ്ങനെ ഒരു കൺസിസ്റ്റൻസിക്ക് പ്രശ്നമില്ല. സ്വന്തമായിട്ട് ലേൺ ചെയ്താൽ ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഗോൾ വെയിറ്റിൽ എത്താൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾ വീണ്ടും റിന്യൂ ചെയ്യേണ്ടി വരും. വീണ്ടും റിന്യൂ ചെയ്യാന്ന് പറഞ്ഞാൽ എനിക്ക് വീണ്ടും അടുത്ത 4 വീക്സിനോട്ടുള്ള 5000 തന്നെ വരും. അങ്ങനെയാണ്. ഇനി ഇത് 4 വീക്സും കഴിയുമ്പോൾ ഒരു കോൾ ഉണ്ടാവും കേട്ടോ. അത് ഒരു കാച്ചപ്പ് കോൾ എന്ന് അല്ല, നിങ്ങൾക്ക് കുറേ ഫീഡ്ബാക്ക് തരുന്നതിലുപരി എനിക്ക് ഫീഡ്ബാക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. അതായത് നിങ്ങൾക്ക് ഈ പ്രോഗ്രാം ഇഷ്ടപ്പെട്ടോ, നിങ്ങളെ ലൈക്ക് എങ്ങനെയാണ് നിങ്ങൾക്ക് എന്തെങ്കിലും, പലരും ചിലപ്പോൾ ഇതിനു മുന്നേ വേറെ വെയിറ്റ് ലോസ് കോച്ചിങ് പ്രോഗ്രാമിലൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ എനിക്ക് ഫീഡ്ബാക്ക് തരാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയായിരുന്നെങ്കിൽ ഇച്ചിരി കൂടെ ബെറ്റർ ആയിരുന്നു. ആ ഒരു ഫീഡ്ബാക്ക് എൻ്റെ ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് ആ ലാസ്റ്റത്തെ കോള്. ഇനി എത്ര കിലോ കുറയും എന്നുള്ളതായിരിക്കും നിങ്ങളുടെ മനസ്സിലടുത്ത് വന്നിരിക്കുന്ന ആ ഒരു ക്വസ്റ്റ്യൻ. എത്ര കിലോ കുറയും എന്നുള്ളത് എനിക്ക് ഒരു നമ്പർ പറയാൻ പറ്റത്തില്ല കേട്ടോ. ഞാൻ നിങ്ങൾക്ക് ഡയറ്റ് പ്ലാൻ തരും, ഞാൻ നിങ്ങൾക്ക് എക്സസൈസ് തരും, എല്ലാം ഞാൻ നിങ്ങൾക്ക് തരും. പക്ഷെ ഫോളോ ചെയ്യേണ്ടത് നിങ്ങളാണ്. നിങ്ങളത് കറക്റ്റായിട്ട് ഫോളോ ചെയ്താൽ മാത്രമേ റിസൾട്ട് കിട്ടത്തുള്ളൂ. ഞാനിപ്പോൾ പറഞ്ഞല്ലോ, ഞാനിപ്പോൾ ഇത് റീസ്റ്റാർട്ട് ചെയ്തിട്ട് 4-5 മാസമായി. ഈ 4-5 മാസത്തിൽ 1 മാസം കൊണ്ട് 7 കിലോ വരെ കുറച്ചവരുണ്ട്. അതിപ്പോൾ ആദ്യമായിട്ട് വെയിറ്റ് ലോസ് ചെയ്യുന്നവരാണ് കേട്ടോ. അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യമായിട്ട് 7 കിലോ ഒക്കെ കുറയ്ക്കാൻ പറ്റത്തുള്ളൂ. 2 കിലോ കുറച്ചവരുണ്ട്, 3 കിലോ കുറച്ചവരുണ്ട്, ഒന്നും കുറയ്ക്കാത്തവരുണ്ട്. ഒന്നും കുറയ്ക്കാത്തവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് എന്താ പറയുക, ഒരു ഇമോഷണൽ വേറെ കുറേ പ്രശ്നങ്ങൾ കാരണം കൊണ്ട് നമുക്ക് ഈ ഡയറ്റിൽ അങ്ങ് സ്ട്രിക്റ്റ് ആയിട്ട് പോകാൻ പറ്റാതെ എപ്പോഴും ഒരു ബിഞ്ച് ഈറ്റിംഗ് ആയിട്ട്, അല്ലെങ്കിൽ എന്താ പറയുക 3 ദിവസം നോക്കും, പിന്നെ നോക്കാതിരിക്കും, 4 ദിവസം നോക്കും, നോക്കാതിരിക്കും. അതൊക്കെ നിങ്ങളുടെ കയ്യിലുള്ള കൺട്രോളിലുള്ള കാര്യമാണ്. എനിക്കൊരു അക്കൗണ്ടബിലിറ്റി പാർട്ണർ ആയിട്ടിരിക്കാൻ പറ്റുമെങ്കിലും എനിക്ക് നിങ്ങളുടെ അടുത്ത് ഫോഴ്സ് ചെയ്യാൻ പറ്റില്ല, ഇന്ന് അത് കഴിക്കണം, നിങ്ങൾ അതേ കഴിച്ചേ പറ്റുമെന്നൊന്നും പറയാൻ പറ്റില്ല. പറഞ്ഞാൽ പോലും നിങ്ങളുടെ കയ്യിലാണ് ഫുഡ് ഇരിക്കുന്നത്. നിങ്ങൾക്ക് തന്നെ ഈസി ആയിട്ട് ചീറ്റ് ചെയ്യാം. ഇപ്പം എന്താ പറയുക, ഞാൻ ഇതേ കഴിച്ചോളൂ എന്ന് പറഞ്ഞ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്കൊരു 4 മീൽസിൻ്റെ മീൽ പ്ലാൻ തരുന്നു. നിങ്ങൾക്ക് ഈ 4 മീൽ പ്ലാൻസും കഴിച്ചിട്ട് ഇത് കൂടാതെ എക്സ്ട്രാ കഴിച്ചിട്ട് അതെൻ്റെ അടുത്ത് പറയാണ്ടിരിക്കാം. അത് പക്ഷെ നിങ്ങൾ എന്നെ ചീറ്റ് ചെയ്യുന്നതിലുപരി നിങ്ങളെ തന്നെ ചീറ്റ് ചെയ്യുന്ന പോലെയാണ്. അതുകൊണ്ട് നിങ്ങൾ എത്രത്തോളം സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്നു എന്നതിനെ ഉറച്ചിരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട്. പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഈ പ്രോഗ്രാമിൽ റീഗ്രെറ്റ് ചെയ്യില്ല എന്നുള്ളത് എനിക്ക് 100 അല്ല 200%
ഉറപ്പാണ്. ഞാൻ തന്നെ ചെയ്യുന്ന വെയിറ്റ് ലോസ് കോച്ചിങ് ആയതുകൊണ്ട് പറയുന്നില്ല കേട്ടോ. നമ്മൾ ചെയ്തൊരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അത് വെച്ച് പറയുന്നതാണ്. പിന്നെ എന്താ, ഇത്രയൊക്കെയാണ് ഡീറ്റെയിൽസ്. ഞാൻ 4 വീക്സ് ഡയറ്റ് പ്ലാനിന് 5000 നമുക്ക് ഓരോ കാച്ചപ്പ് കോളും നിങ്ങളുടെ റിക്വയർമെൻറ്റിനനുസരിച്ച് നിങ്ങളുടെ ബോഡിക്ക് എത്ര കാലറീസ് ആണോ വേണ്ടത് അതിനനുസരിച്ചായിരിക്കും ഡയറ്റ് പ്ലാൻ റെഡിയാക്കുന്നത് എല്ലാം. അപ്പോൾ എൻ്റെ അടുത്ത് പേഴ്സണൽ കോച്ചിങ് ചെയ്ത ആരെങ്കിലും ഈ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഫീഡ്ബാക്ക് താഴെ കൊടുക്കണം കേട്ടോ, അത് എനിക്ക് ഉപകാരമായിരിക്കും. പിന്നെന്താ, നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ, പേഴ്സണൽ കോച്ചിങ് ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറയണം. എൻ്റെ അടുത്ത് പിന്നെ ആരോ ചോദിച്ചിട്ടുണ്ട് 1 മാസം എത്ര പേരെയൊക്കെ എടുക്കാറുണ്ടെന്ന്. ഞാൻ ഇതിനു മുന്നൊക്കെ ഒരു 12 പേര് 13 പേരൊക്കെ ഒരു മാസം മാക്സിമം എനിക്ക് വന്നിട്ടുണ്ട്. പക്ഷെ അതിൽ കൂടുതൽ ഞാൻ എന്തായാലും എടുക്കത്തില്ല കേട്ടോ. ഒരു 7-നും ഒരു 13-നും ഇടയ്ക്ക് ആ ഒരു നമ്പർ, അത്ര ആൾക്കാർ മതി. അതിൽ കൂടുതലായി കഴിഞ്ഞാൽ ഞാനിതൊരു ഫുൾ ടൈം ജോബ് ആയിട്ട് ഇരിക്കുന്നതല്ലോ, എൻ്റെ ഇൻട്രസ്റ്റിൻ്റെ പുറമെ ചെയ്യുന്നില്ല. എനിക്കും മര്യാദയ്ക്ക് ചെയ്യാൻ പറ്റത്തില്ല, വരുന്നവർക്കും അധികം ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇതിൻ്റെ ഇടയിലായിട്ടാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രോഗ്രാമിൽ ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നെ അറിയിക്കാം. ഇനി പേഴ്സണൽ കോച്ചിങ്ങിനെ പറ്റി ആരെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ജസ്റ്റ് ഈ വീഡിയോ എടുത്ത് ഷെയർ ചെയ്യത്തുള്ളൂ. അപ്പോൾ നിങ്ങളുടെ കമൻസ് ഫീഡ്ബാക്കൊക്കെ ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മീ. ബൈ.